ദൈവനാമത്തിന് മഹത്വം. Glory to the name of the Lord. പ്രിയപ്പെട്ടവരെ, നമ്മള് ശിഷ്യത്വം ഒരു സ്വാതന്ത്ര്യത്തിന്റെ ജീവിതത്തിലേക്ക് നമ്മളെ നയിക്കും എന്നാണല്ലോ നമ്മൾ പറഞ്ഞത്. What we were talking that the discipleship will lead us to freedom. എന്നാൽ ലോകവും അതുപോലെ തന്നെ ഈ വിശ്വാസത്തിലെ വിശ്വാസലോകവും സാധാരണ ആളുകൾ കരുതുന്നത് ഇതൊരു സ്വാതന്ത്ര്യമില്ലാത്ത കൂടുതൽ വിഷമം പിടിച്ച ഒരു ജീവിതമാണെന്നാണ് കരുതുന്നത്. The world and the Christian circles, what they think that the discipleship is a life without freedom. എന്നാൽ ഈ വഴിയിൽ പ്രവേശിച്ചിട്ടുള്ളവരെ സംബന്ധിച്ചിടത്തോളം ആന്തരികമായിട്ട് വലിയൊരു സ്വാതന്ത്ര്യം നൽകുന്ന ഒരു ജീവിതമാണിത്. But for those who entered into this path internally in their heart, this gives such a big liberty. നമുക്ക് ബന്ധങ്ങളിൽ നിന്നും വസ്തുവകകളിൽ നിന്നും നമ്മളിൽ നിന്നും തന്നെ വലിയൊരു സ്വാതന്ത്ര്യം നൽകുന്ന ഒരു ജീവിതമാണിത്. We're getting a great freedom or liberty from our relatives, our possession, and from our own life. അതുകൊണ്ട് യോഹന്നാൻ 8:31 നമ്മൾ വായിച്ചതുപോലെ എന്റെ ഈ വചനത്തിൽ നിലനിൽക്കുന്നെങ്കിൽ നിങ്ങൾ വാസ്തവമായി എന്റെ ശിഷ്യന്മാരായി സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും എന്നുള്ളത് യാഥാർത്ഥ്യമാണെന്ന് നമ്മൾ അറിയുന്നു. As mentioned in Gospel of John, chapter 8, verse number 30, when you hear the truth, you will be my disciple, and you will know the truth, and the truth will set you free. ഈ പുതിയ ഉടമ്പടിയിൽ ഇങ്ങനെ സ്വാതന്ത്ര്യത്തിന്റെയും സ്വസ്ഥതയുടെയും ഒരു ജീവിതം നമുക്ക് നൽകാൻ പോകുന്നു എന്നുള്ളതിന്റെ സൂചനകള് പഴയ നിയമത്തിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും. In the Old Testament itself, it is mentioned about this freedom which is going to have it in the new covenant life. ഇസ്രായേൽ മക്കളെ സംബന്ധിച്ചിടത്തോളം അവര് ആചരിച്ചു വന്ന പല കാര്യങ്ങളും പുതിയ ഉടമ്പടിയില് നമ്മൾ കൈയാളാനിരുന്ന അതിന്റെ പൊരുളായ കാര്യങ്ങളുടെ നിഴലായിരുന്നു. Actually, the sons of Israel, they were observing many rituals. Those were the shadows of the reality which we are experiencing in the new covenant life. അപ്പോ ഇന്ന് നമ്മൾ ഈ ശിഷ്യത്വ ജീവിതവുമായി ബന്ധപ്പെട്ട് പറഞ്ഞ ഈ സ്വാതന്ത്ര്യത്തിന്റെ സ്വസ്ഥതയുടെ നിഴലായിട്ട് നമുക്ക് പഴയ നിയമത്തിലെ യോബേൽ സംവത്സരത്തെ കാണാൻ കഴിയും. When we compare our life of rest and the right of liberty, when we compare that with the old covenant, we can compare it with the year of Jubilee in Old Testament. ഇസ്രായേൽ മക്കളെ സംബന്ധിച്ചിടത്തോളം 50-ാം വർഷം എന്ന് പറയുന്നത് യോബേൽ സംവത്സരമായിട്ട് അവർ ആചരിച്ചിരുന്നു. സ്വസ്ഥതയുടെയും സ്വാതന്ത്ര്യത്തിന്റെയും ഒരു വർഷമായിരുന്നു അത്. For the sons of Israel, the 50th year is the year of Jubilee. It is the year of freedom and it is the year of rest. അവരെ സംബന്ധിച്ച് 7-ാമത്തെ വർഷം ശാബത്ത് വർഷമാണല്ലോ. For them, 7th year is a year of Sabbath. അങ്ങനെയുള്ള 7 ശബത്തുകൾ ചേർന്ന് 7-7-49 കഴിഞ്ഞ് അടുത്ത വർഷം 50-ാം വർഷം എന്ന് പറയുന്നത് പൂർണ്ണ സ്വാതന്ത്ര്യത്തിന്റെയും വിമോചനത്തിന്റെയും സ്വസ്ഥതയുടെയും ഒരു സംവത്സരമായിട്ട് യോബേൽ സംവത്സരമായിട്ട് അവർ ആചരിച്ചിരുന്നു. So like that, 7 Sabbath, 7-7-49, and the next year is a year of Jubilee. That time is a time of freedom, that is a time of rest and the time of relief. ഈ യോബേൽ സംവത്സരത്തിന്റെ പ്രത്യേകത അത് ആ സംവത്സരത്തിൽ അതൊരു വിമോചനത്തിന്റെ വർഷമാണ്. ഈ 50 വർഷം കൊണ്ട് കടപ്പെടുത്തിയതൊക്കെ തിരിച്ചു കിട്ടുന്ന വർഷമാണത്. In this Jobel year, in the 50th year, it is a time of freedom. Whatever they are given, all those things they are getting back. ലേവ്യ പുസ്തകം അതിന്റെ 25-ാമത്തെ അധ്യായം 8 മുതൽ 54 വരെയുള്ള വാക്യങ്ങളിൽ ഈ യോബേൽ സംവത്സരത്തെ കുറിച്ച് വിശദമായിട്ട് പറയുന്നു. In the book of Leviticus, chapter 25, verse number 8 to 54, it is mentioned about the year of Jubilee. ലേവ്യ പുസ്തകം 27-ാം അധ്യായം അതിന്റെ 17-24 വാക്യങ്ങളിലും യോബേൽ സംവത്സരത്തെ കുറിച്ച് പറയുന്നുണ്ട്. In chapter 27 also mentioned about this year of Jubilee. ഇവിടെ നമുക്ക്
യോബേൽ സംവത്സരത്തെ കുറിച്ച് വളരെ വേഗത്തിൽ നമുക്കിവിടെ പ്രസക്തമായ ചില കാര്യങ്ങളൊന്ന് നോക്കാം. Quickly, we will see something which is related to us from the year of Jubilee. ലേവ്യ പുസ്തകം 25:8 മുതൽ 3-4 വാക്യങ്ങൾ വായിക്കാം. Leviticus chapter 25 from verse number 8, 2-3 verses which I am going to read. പിന്നെ 7 ശബത്താണ്ടായ 7 സംവത്സരം എണ്ണണം. അങ്ങനെ 7 ശബത്താണ്ടായ 49 സംവത്സരം കഴിയണം. അപ്പോൾ 7-ാം മാസം 10-ാം തീയതി മഹാധ്വനി കാഹളം ധ്വനിപ്പിക്കണം. പാപപരിഹാര ദിവസത്തിൽ നിങ്ങൾ നിങ്ങളുടെ ദേശത്തെല്ലായിടവും കാഹളം ധ്വനിപ്പിക്കണം. 50-ാം സംവത്സരത്തെ ശുദ്ധീകരിച്ച് ദേശത്തെല്ലായിടവും സകല നിവാസികൾക്കും സ്വാതന്ത്ര്യം പ്രസിദ്ധമാക്കണം. അത് നിങ്ങൾക്ക് യോബേൽ സംവത്സരമായിരിക്കണം. നിങ്ങൾ താന്താന്റെ അവകാശത്തിലേക്ക് മടങ്ങിപ്പോകണം. ഓരോരുത്തൻ താന്താന്റെ കുടുംബത്തിലേക്കും മടങ്ങിപ്പോകണം. When we read from 8 to 10, we can read these verses. Count of 7 Sabbath of years, 7 times 7 years, so that 7 Sabbaths of years amount to the period of 59 years. Then have the trumpet sounded everywhere on the 10th day of the 7th month. On the day of atonement, sound the trumpet throughout your land. Consecrate the 50th year and proclaim liberty throughout the land to all its inhabitants. It shall be a jubilee for you. Each one of you is to return to his family, property, and each to his own clan. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇവിടെ കണ്ടത് ഈ 50 വർഷം കൊണ്ട് ആരെങ്കിലും ഒക്കെ തങ്ങളുടെ സ്ഥലങ്ങളോ തങ്ങളുടെ ജന്മാവകാശമായ പുരയിടങ്ങളോ വസ്തുവകകളോ ഒക്കെ വിറ്റിട്ടുണ്ടെങ്കിൽ അത് 50-ാം വർഷം അവർക്ക് നിരുപാധികം തിരിച്ചു കിട്ടും. See what is happening in the 50th year. During these other years, if any person sold his property or his birthright, all those things which is going to get it back on the 50th year. അതുപോലെ തന്നെ ഈ വർഷങ്ങൾക്കിടയിൽ കടം കയറി ആരെങ്കിലും തന്നെ അടിമയായിട്ട് വിറ്റു മറ്റൊരു ഇസ്രായേലിന് വിറ്റിട്ടുണ്ടെങ്കിൽ ഈ നിലയിൽ അവനെയും നിരുപാധികം സ്വതന്ത്രനായിട്ട് വിട്ടയക്കണം. Because of the financial issue, if some Israelite, if he became a slave to another person, on the 50th year, that person also will be freed. അതുകൊണ്ടാണ് നമ്മൾ അവിടെ വായിച്ചത്, നിങ്ങൾ താന്താന്റെ അവകാശത്തിലേക്ക് മടങ്ങിപ്പോകണം, ഓരോരുത്തരും താന്താന്റെ കുടുംബത്തിലേക്ക് മടങ്ങിപ്പോകണം. 50-ാം സംവത്സരം നിങ്ങൾക്ക് യോബേൽ സംവത്സരമായിരിക്കണം. That is the reason we read it like, it shall be a jubilee for you. Each one of you is to return to his family, property, and each to his own clan. പ്രിയപ്പെട്ടവരെ, എന്താ നമ്മൾ ഈ പറഞ്ഞു വരുന്നത്? Beloved, what we are saying? നമ്മൾ പറഞ്ഞു വരുന്നത്, ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം 50 ആ ജൂബിലി വർഷം അവരുടെ വിറ്റ സ്ഥലങ്ങളിലേക്ക് അതിന്റെ യഥാർത്ഥ ഉടമയ്ക്ക് നിരുപാധികം മടങ്ങിപ്പോകാം. അടിമയായി തന്നെ വിറ്റവന് സ്വാതന്ത്ര്യത്തിലേക്ക് മടങ്ങിപ്പോകാം. എന്തൊരു മനോഹരമായ വർഷം 50-ാം വർഷം യോബേൽ സംവത്സരം. What we are trying to say is like, what is the 50th year? 50th year is the thing that if a person is given his property, he will get it back. If a person sold himself as a slave, he will be freed. This is a jubilee year. What a wonderful year it is. അപ്പൊ ഈ യോബേൽ സംവത്സരം വസ്തുക്കൾ കടപ്പെടുത്തിയവനും തന്നെ അടിമയാക്കിയവനും ഒരു വലിയ പ്രതീക്ഷയുടെ വിമോചനത്തിന്റെ വർഷമാണ്. For the person who sold his property and who became a slave, for him it is a great year. അതേസമയം ഇവന്റെ സ്ഥലം വാങ്ങിയ ആളിനും അല്ലെങ്കിൽ ഇവനെ അടിമയായിട്ട് എടുത്ത യജമാനനും 50-ാം വർഷം ഒരു പേടി സ്വപ്നമാണ്. കാരണം അന്ന് താൻ സമ്പാദിച്ച വസ്തുക്കളെല്ലാം വിട്ടുകൊടുക്കണം, തന്റെ അടിമയൊക്കെ വിമോചിപ്പിക്കണം. രണ്ടു കൂട്ടരെ സംബന്ധിച്ചിടത്തോളം ഈ യോബേൽ സംവത്സരം 2 വിധത്തിലാണ്. On the other hand, the person who bought the property and the person who got the other person as slave, for him it is a terrific year, because he will lose his property, he will lose his slave. For both of them, this year will act differently. അപ്പൊ അതുകൊണ്ട്
ഈ യോബേൽ സംവത്സരം ഇനി എന്നാണെന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയായിരുന്നു ഇസ്രായേൽ മക്കളുടെ ഇടയിൽ സ്ഥലത്തിന്റെ വില നിർണയിക്കുന്നത്. So in Israel in those days, they're fixing the prices for a properties based on the Jubilee year. അതായത് നമ്മള് 25-ാമത്തെ അധ്യായത്തിന്റെ 15-16 വാക്യങ്ങൾ നോക്കുക. യോബേൽ സംവത്സരത്തിന്റെ പിമ്പുള്ള സംവത്സരങ്ങളുടെ സംഖ്യയ്ക്കൊത്തവണ്ണം നിന്റെ കൂട്ടുകാരനോട് വാങ്ങണം. അനുഭവമുള്ള സംവത്സരങ്ങളുടെ സംഖ്യയ്ക്കൊത്തവണ്ണം അവൻ നിനക്ക് വിൽക്കണം. സംവത്സരങ്ങൾ ഏറിയിരുന്നാൽ വില ഉയർത്തണം, സംവത്സരങ്ങൾ കുറഞ്ഞിരുന്നാൽ വില താഴ്ത്തണം. 14-15 വാക്യങ്ങൾ. Yeah, Leviticus chapter 25 verse number 15 and 16. You are to buy from your countryman on the basis of the number of years since the Jubilee, and he is to tell to you on the basis of number of years left for harvesting the crops. When the years are many, you are to increase the price, and when the years are few, you are to decrease the price, because what he is really selling you is the number of crops. അപ്പോ യോബേൽ സംവത്സരം എന്ന് പറയുന്നത് ഇനിയും യോബേൽ സംവത്സരത്തിന് ഇനിയും 40 വർഷം ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ സ്ഥലം വിൽക്കാൻ കൊണ്ടുചെല്ലുമ്പോൾ ആ വാങ്ങുന്ന ആള് കണക്ക് കൂട്ടും, എനിക്ക് ഈ 40 വർഷം ഇത് ഉപയോഗിക്കാം, അപ്പം ഈ 40 വർഷത്തിന് തുല്യമായിട്ട് ഉയർന്ന ഒരു വില എനിക്ക് കിട്ടും. Suppose if the year of Jubilee is only after 40 years, if a person is going to sell his property and that the person who is going to buy, he get this land for 40 years. So he will get the person who is going to sell the property will get a higher price. അതേസമയം ഇനിയിപ്പോ യോബേൽ സംവത്സരത്തിന് വരാൻ പോകുന്ന യോബേൽ സംവത്സരത്തിന് 2 വർഷമേ ഉള്ളൂ. ഇപ്പൊ 48 വർഷമായി, ഇനിയിപ്പോ 2 വർഷമേ ഉള്ളെങ്കിൽ ഞാൻ അന്നേരം എൻ്റെ സ്ഥലം വിൽക്കാൻ ചെന്നാൽ എന്റെ സ്ഥലത്തിന് വില കുറച്ചേ കിട്ടുള്ളൂ. കാര്യം വാങ്ങുന്ന ആളിന് 2 വർഷമേ അത് ഉപയോഗിക്കാൻ കഴിയുള്ളൂ, വില കുറയും. So another way, if it's only 2 more years for the Jubilee, if he's trying to sell it on the 48th year, the person who's going to sell only get less money, because the person who's going to buy that, he can only use it for 2 years, so the price will be less. പ്രിയപ്പെട്ടവരെ, കാര്യം മനസ്സിലായോ? നമ്മള് ഇനിയിപ്പോ യോബേൽ സംവത്സരം 2050-ലാണെന്ന് സങ്കല്പിക്കുക. Suppose the year of Jubilee is in 2050. നമ്മളിപ്പോ 2020 ഈ സ്ഥലം വിൽക്കാനായിട്ട് ചെല്ലുമ്പോ ആ സ്ഥലം വാങ്ങുന്ന ആളിന് എത്ര വർഷം നമ്മുടെ സ്ഥലം ഉപയോഗിക്കാം? 30 വർഷം ഉപയോഗിക്കാം. അപ്പോ അത് കണക്ക് കൂട്ടി നമുക്ക് വില കിട്ടും. So suppose if we want to try to sell our property, now it's 2020 and now he got 30 more years. So based on that, they will fix the price. അതേസമയം നമ്മൾ 2045-ലാണ് ഈ സ്ഥലം വിൽക്കാൻ ചെല്ലുന്നതെങ്കിൽ വാങ്ങുന്ന ആളിന് കഷ്ടിച്ച് 5 വർഷമേ അത് ഉപയോഗിക്കാൻ കഴിയുള്ളൂ. അപ്പൊ സ്ഥലത്തിന്റെ വില കുറവായിരിക്കും. So suppose if you are trying to sell it on 2045, that time the person who's going to get this land only can use for 5 years. So the price for the land will be less. ലേവ്യ പുസ്തകം 27-18 ഈ കാര്യം പറയുന്നുണ്ട്. ഈ യോബേൽ സംവത്സരത്തെ ആസ്പദമാക്കി വേണം വില നിശ്ചയിക്കാൻ എന്ന കാര്യം പറയുന്നുണ്ട് 27-18. So in Leviticus chapter 27 verse number 18, it is mentioned that all the price should be fixed based on the years. ഞാൻ പറഞ്ഞു വരുന്നത് പ്രിയപ്പെട്ടവരെ, നമ്മളും ഒരു യോബേൽ സംവത്സരത്തോട് വളരെ അടുത്തു എന്നാണ്. So brothers, what I am trying to say is that we are also close to a year of Jubilee. യോബേൽ സംവത്സരത്തോട് വളരെ അടുത്തെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? നമ്മുടെ സ്ഥലത്തിനും കെട്ടിടത്തിനും ഒക്കെ വില വളരെ വളരെ കുറവായിട്ടേ കിട്ടുള്ളൂ എന്നാണ് അത് കാണിക്കുന്നത്. So what is the meaning of that? Suppose if you are close to the year of Jubilee, that our property and our buildings, we will get only a less price for that. യോബേൽ സംവത്സരം നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ്? കർത്താവിന്റെ രണ്ടാമത്തെ വരവാണ്.
Year of Jubilee for us, it is the second coming of Jesus Christ. അന്ന് കർത്താവ് വരുമ്പോൾ അത് വിമോചനത്തിന്റെ ഒരു വർഷമായിരിക്കും. ഈ ഭൂമിയിൽ കഷ്ടപ്പെടുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം സ്വാതന്ത്ര്യത്തിന്റെയും വലിയ സന്തോഷത്തിന്റെയും വിമോചനത്തിന്റെയും ഒരു വർഷമായിരിക്കും കർത്താവിന്റെ രണ്ടാമത്തെ വരവ്. When Jesus Christ is going to come back for us, it is an independence, it is a relief, it is a great freedom. ഈ കർത്താവിന്റെ രണ്ടാമത്തെ വരവുമായിട്ട് യോബേൽ സംവത്സരത്തെ നമുക്ക് എങ്ങനെ ബന്ധിപ്പിക്കാൻ കഴിയും? How we can connect the second coming of Jesus Christ with the year of Jubilee? അതിലേക്ക് വെളിച്ചം വീശുന്നത് നമ്മള് 25-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യത്തിൽ വായിച്ച ആ മഹാകാഹള ധ്വനിയെ കുറിച്ചുള്ള പരാമർശമാണ്. So how we can connect? It is mentioned in Leviticus 25 and verse number we saw there is a trumpet was sounded there. കർത്താവായ യേശുക്രിസ്തുവിന്റെ രണ്ടാം വരവിലും എന്തുണ്ട്? ചില ശബ്ദങ്ങള് ഉണ്ട് എന്ന് നമ്മൾ 1 തെസ്സലോനിക്കരിൽ വായിക്കുന്നു. In 1 Thessalonians, what we read that when Jesus Christ is going to come back, we can hear some sounds. 1 തെസ്സലോനിക്കർ 4-ാം അധ്യായം അതിന്റെ 16-17 വാക്യങ്ങൾ കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇതാണ് കർത്താവിന്റെ രണ്ടാമത്തെ വരവിനെ കുറിച്ച് ഉള്ള പുതിയ നിയമത്തിലെ വളരെ വ്യക്തമായിട്ടുള്ള ഒരു പരാമർശം. See, about second coming of Jesus Christ is clearly mentioned in 1 Thessalonians chapter 4 verse number 16 and 17. It states that for the Lord himself will descend from heaven with a shout, with the voice of the archangel, and with the trumpet of God, and the dead in Christ will rise first. Then we who are alive and remain will caught up together with him in the clouds to meet the Lord in the air. So we shall be with the Lord. കർത്താവിന്റെ രണ്ടാമത്തെ വരവ് മഹോപദ്രവം 7 വർഷമുണ്ട്, അതിനു മുമ്പ് നടക്കുമെന്നാണ് ഇന്ന് നമ്മുടെ ചുറ്റുപാടുമുള്ള വിശ്വാസ ലോകത്തിൽ ഏറെ പേരും വിശ്വസിക്കുന്നത്. So many believers believe that the Jesus second coming will happen before the difficult days. Pre-tribulation, before the tribulation. എന്നാൽ വിശ്വാസ ലോകത്ത് നേരത്തെ നിലവിലിരുന്ന ചിന്ത എന്തെന്ന് വെച്ചാൽ ഈ മഹോപദ്രവത്തിലൂടെ കടന്ന് ആ പീഡനങ്ങളിലൂടെയൊക്കെ കടക്കുകയും എന്നാൽ ദൈവത്തിന്റെ ക്രോധം ഭൂമിയുടെ മേൽ ചൊരിയപ്പെടുന്നതിന് മുമ്പ് ദൈവത്തിന്റെ സഭയെ കർത്താവ് മേഘങ്ങളിൽ എടുക്കുകയും ചെയ്യും എന്നുള്ള ആ പോസ്റ്റ് ട്രിബുലേഷൻ ആ ഒരു കാഴ്ചപ്പാടാണല്ലോ നമ്മളെ പിന്തുടരുന്നത്. Actually, in early days, the people were believing that the church will go through the tribulation, and just before the wrath of the God is coming upon the earth, Jesus will come back and take the people, and then we are viewing like a post-tribulation rapture. തീർച്ചയായിട്ടും മഹോപദ്രവത്തിന്റെ അവസാനത്തെ നിമിഷങ്ങളില് ദൈവത്തിന്റെ ക്രോധം ഈ ഭൂമിയുടെ മേൽ ചൊരിയപ്പെടും, അതിലൂടെ നമ്മൾ കടന്നു പോകേണ്ടി വരികയില്ല. During the tribulation time, at its end, the wrath of the God will be poured upon the earth. But that time, during the wrath, the church will not be here on the earth. അതിനു മുമ്പ് കർത്താവ് മേഘങ്ങളിൽ വരികയും കർത്താവിൽ മരിച്ചവരെ രൂപാന്തരപ്പെടുകയും ജീവനോടെ ശേഷിക്കുന്നവരും പുതിയ ശരീരത്തോടെ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടുകയും ചെയ്യും. Yeah, during the end time of the tribulation, Jesus Christ will come upon the cloud, and the people who on the cloud, and the people who died in Christ will be risen up on a glorified body, and the people who are alive also will be transformed and will be with him. അതിനുശേഷം മഹോപദ്രവത്തിന്റെ ചില ദിവസങ്ങൾ കഴിയുമ്പോഴേക്കും സഭയും കർത്താവും ഭൂമിയിലേക്ക് ഇറങ്ങി വരും. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോവുകയല്ല ചെയ്യുന്നത്. So I'm not going into the detail of that, but after some days, the Christ and the church will come down to the earth. നമ്മൾ പറഞ്ഞു വന്നത്
കർത്താവിന്റെ രണ്ടാമത്തെ വരവിൽ അതിനെ നമുക്ക് യോബേൽ സംവത്സരത്തോട് ഉപമിക്കാം, അങ്ങനെ ചേർത്ത് പഠിക്കാൻ കഴിയും. What we are trying to say that when we connect the year of Jubilee with second coming of Christ, we can study like that. കാരണം അതിനെ തമ്മിൽ ബന്ധിപ്പിക്കാൻ കാരണം ഈ കാഹളധ്വനിയെ കുറിച്ചുള്ള പരാമർശമാണ്. How we can connect with these two things is because of the sound of the trumpet. 1 തെസ്സലോനിക്കർ 4-ാം അധ്യായം 16-17 വാക്യങ്ങളിൽ കർത്താവിന്റെ രണ്ടാമത്തെ വരവിൽ 3 തരത്തിലുള്ള ശബ്ദങ്ങളെ കുറിച്ച് നമ്മൾ വായിക്കും. In 1 Thessalonians chapter 4 verse number 16 and 7, in relation with the sound, we can three different types of sound mentioned there. അവിടെ ഒന്നാമത് കർത്താവ് താൻ ഗംഭീരനാദം, കർത്താവ് ഗംഭീരനാദത്തോടെയാണ് വരുന്നത്. അതെന്തിനാണ്? കല്ലറകളിലുള്ളവരെ ഉയർപ്പിക്കാനായിട്ടാണ്. So the first sound is a shout of the Lord. What is the purpose of that? With that sound, the people who are resting in the tomb will be risen up. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 25-ാമത്തെ വചനത്തിൽ നമ്മൾ കാണുന്നു, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നാഴിക വരുന്നു. അപ്പോ അതാണ് നമ്മൾ ഇവിടെ വായിച്ച കർത്താവിന്റെ ഗംഭീരനാദം, കല്ലറകളിലുള്ളവർ ഉയർപ്പിക്കപ്പെടും. യോഹന്നാൻ 5:25. Gospel of John chapter 5 verse number 25 says, truly truly I say to you, an hour is coming and now is, when the dead will hear the voice of the Son of God, and those who hear will live. അപ്പൊ കർത്താവിന്റെ ഗംഭീരനാദത്തിൽ ഈ കല്ലറകളിൽ കർത്താവിൽ മരിച്ച ആളുകൾ അവരെ ഉയർപ്പിക്കപ്പെടും. അതിനുവേണ്ടിയാണ് ആ ഗംഭീരനാദം. The shout of the Lord is given to rise the people who are dead in Christ. That is the purpose of that voice. അടുത്ത് നമ്മൾ കാണുന്നത് പ്രധാന ദൂതന്റെ ശബ്ദമാണ്. 1 തെസ്സലോനിക്കർ 4:16, രണ്ടാമത്തേത് പ്രധാന ദൂതന്റെ ശബ്ദം. 1 Thessalonians chapter 4 verse number 16, the second sound mentioned as the voice of the archangel. അത് ഈ പ്രധാന ദൂതന്റെ ശബ്ദം ഈ പറഞ്ഞതുപോലെ പുനരുത്ഥാനം പ്രാപിച്ച് മേഘോന്നതങ്ങളിലേക്ക് എടുക്കപ്പെടുന്ന ആളുകളെ തടസ്സപ്പെടുത്താൻ ചെല്ലുന്ന പിശാചിനെതിരെ ഉള്ള ദൂതന്റെ ശബ്ദമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. What we can understand this voice, that the people who are alive will be transformed, and when we taken up to the heaven, there are some evil forces, and they are trying to oppose that, and the voice of the archangel will stop it. കർത്താവിൽ മരിച്ച് നിദ്ര ആടഞ്ഞവരും ഒക്കെ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ അവർ ഉയർത്തെഴുന്നേറ്റ് അതുപോലെ ജീവനോടെ ശേഷിക്കുന്ന സഭയും ഇവരെല്ലാരും കൂടെ മേഘങ്ങളിലേക്ക് എടുക്കപ്പെടുന്നത് ഇഷ്ടപ്പെടാത്ത ഒരാളുണ്ട്. അവനെ കുറിച്ച് നമ്മൾ യൂദായുടെ ലേഖനം 9-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു. We can read in the book of Jude verse number 9 about a person who is against the people who are risen up and the people who are transformed, that we can see in this verse. അവിടെ നമ്മൾ 9-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത് മോശയുടെ ശരീരം, അതിനെക്കുറിച്ച് പിശാച് ചില തടസ്സവാദങ്ങള് ഉന്നയിച്ചു. ദൈവത്തിന്റെ പ്രധാന ദൂതനായ മീഖായെ പിശാചിനെ ഫൽസിക്കാനായിട്ട് വരുന്നു എന്നൊക്കെയാണ് നമ്മൾ അവിടെ വായിക്കുന്നത്. The verse number 7, we can see there are some disputes about Moses' body, and that time the Michael the archangel is coming and is rebuking the Satan. അപ്പോ പ്രധാന ദൂതന്റെ ശബ്ദം എന്ന് പറയുന്നത് ഈ നിലയിലുള്ള കർത്താവിങ്കിലേക്ക് തന്റെ വിശുദ്ധന്മാരെ എടുക്കപ്പെടുന്നതിന് തടസ്സമായിട്ട് വരുന്ന പൈശാചിക ശക്തികളെ ഫൽസിക്കുന്ന പ്രധാന ദൂതന്റെ ശബ്ദമാണ്. So what is the voice of the archangel is? It is the rebuking sound which is against the Satan, who is opposing the transformation of the saints, and for that the archangel is using his voice. അപ്പോ കർത്താവിന്റെ ഗംഭീരനാദത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞു, പ്രധാന ദൂതന്റെ ശബ്ദത്തെ കുറിച്ച് പറഞ്ഞു. മൂന്നാമത് 1 തെസ്സലോനിക്കർ 4:16 പറയുന്നത് ദൈവത്തിന്റെ കാഹളം.
No, we already saw the shout of the Lord and the voice of the archangel. Then the third one is mentioned is the trumpet of God. ഈ പ്രധാന ദൈവത്തിന്റെ കാഹളം എന്ന് പറയുന്നതിനെ കുറിച്ച് നമ്മൾ സംഖ്യാപുസ്തകം 10-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങളിൽ ദൈവത്തിന്റെ കാഹളം എന്തിനു വേണ്ടിയാണ് ധ്വനിക്കുന്നത് എന്ന് വായിക്കാൻ കഴിയും. In Numbers chapter 10, verse number 1 and 2, when we read that, we can see what is the use of this trumpet. ഈ മഹാകാഹളം എന്ന് പറയുന്നത് സഭയെ വിളിച്ചു കൂട്ടുവാനും സഭയെ പാളയത്തെ പുറപ്പെടുവിക്കുവാനും വേണ്ടിയാണെന്ന് അതിന്റെ സംഖ്യാപുസ്തകം 10-ാം അധ്യായം 1-2 വാക്യങ്ങളിൽ നമ്മൾ വായിക്കും. In Numbers chapter 1, verse number 2 and 3, we can see that these trumpets are using to call the congregation and to set the and having the camp set out. പ്രിയപ്പെട്ടവരെ കണ്ടോ, ഈ കാഹളം, ഈ മഹാകാഹളം ധ്വനിക്കുമ്പോ എന്തുണ്ട്? ഇവിടെയുള്ള സഭ ഇവിടെ നിന്ന് പാളയം പുറപ്പെടുകയാണ്, ഇവിടുന്ന് യാത്ര പുറപ്പെടുകയാണ്. ആ യാത്ര പുറപ്പെടുന്നു, അതിനുവേണ്ടി കാഹളം ധ്വനിക്കുന്നു. See, what is the use of this big trumpet? When this trumpet is sounded and the camp sets out. യോബേൽ സംവത്സരത്തിൽ നമ്മൾ എന്ത് കാണുന്നുണ്ട്? ഒരു കാഹളധ്വനി കാണുന്നുണ്ട്. അത് പാളയത്തെ കൂട്ടാനായിട്ടും പാളയത്തെ പുറപ്പെടുവിക്കുവാനും വേണ്ടിയുള്ള ഈ കാഹളധ്വനിയോട് ചേർത്ത് ചിന്തിച്ചാൽ നമുക്കിത് കർത്താവിന്റെ വരവിനോട് ബന്ധപ്പെടുത്തി മനസ്സിലാക്കാനായിട്ട് കഴിയും. So when we connect these two trumpets, the first one we see in the year of Jubilee, that is a trumpet calling to summoning the congregation, and the second one is to having the camp set out. ഞാൻ പറഞ്ഞത് വ്യക്തമായോ എന്ന് ഞാൻ കരുതുന്നു. I think that it's clear for you. പ്രിയപ്പെട്ടവരെ, യോബേൽ സംവത്സരം വളരെ അടുത്തു. യോബേൽ സംവത്സരം അടുത്താൽ സ്ഥലത്തിന് വില കുറവാണ്. See, the year of Jubilee is very close. When the year of Jubilee is getting closer, the value for the land is very less. യോബേൽ സംവത്സരം കർത്താവിന്റെ 2ാമത്തെ വരവുമായിട്ട് ബന്ധപ്പെടുത്തി ഈ കാഹളധ്വനിയുമായിട്ട് ചേർത്ത് ചിന്തിച്ചാൽ നമുക്ക് അങ്ങനെ ബന്ധപ്പെടുത്താൻ കഴിയും. When we connect the trumpet sound and the year of Jubilee, we can connect it with the second coming of our Lord Jesus Christ. യോബേൽ സംവത്സരത്തിലും ഒരു കാഹളധ്വനി മുഴങ്ങുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മളും ഒരു കാഹളധ്വനിക്കയുടെ ശബ്ദം കേൾക്കാറായി. സഭയെ ഇവിടെ നിന്ന്, ഈ പാളയത്തെ ഇവിടെ നിന്ന് മേഘങ്ങളിലേക്ക് പുറപ്പെടുവിക്കുന്നതിന്റെ കാഹളധ്വനിയാണ് വരുന്നത്. അത് ഒരു വിമോചനത്തിന്റെ കാഹളധ്വനിയാണ്. See, in the year of Jubilee, there is a trumpet is blown. You can hear a sound, and the same way, when the Lord Jesus Christ is going to come, we can hear the sound of the trumpet. What is the purpose of that? It is to summon up the congregation and having the camp set out. So the saints will be taken up from here. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ 2ാമത്തെ വരവ് വളരെ അടുത്തു. അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. The second coming of our Lord Jesus Christ is very near, and we are living in that era. പാളയം പുറപ്പെടാറായി, കാഹളത്തിന്റെ സ്വരം കേൾക്കാറായി. The camp is about to set out, and we are ready to hear the sound. അപ്പോ ചില ആളുകൾ പറയും, ഇനിയിപ്പം 7 വർഷം മഹോദരമൊക്കെ ഉണ്ടല്ലോ, അതുകൂടാതെ യഹൂദൻ യെരുശലേമിൽ ദേവാലയം പണിയണം, അപ്പോ ഒത്തിരി അകലെയാണ് കർത്താവിന്റെ വരവ് എന്നൊക്കെ ചിലപ്പോ ചില ആളുകള് ഇതിനൊരു മറുയുക്തി കൊണ്ടുവന്നിരിക്കാം. Some clever people can bring another argument like that. Now there are 7 more years, because the Great Tribulation will be 7 years, and not only that, then there's a temple also to be built in Jerusalem. എന്നാൽ ഇസ്രായേലിലെ ഇപ്പോഴും നടക്കുന്ന പല കാര്യങ്ങളെ കുറിച്ചിട്ട് പഠിച്ചിട്ടുള്ള ആളുകൾ പറയുന്നത്, യഹൂദന്മാർ അവിടെ അവരുടെ ദേവാലയം പണിയത്തക്കവണ്ണം എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചു. ചില ദിവസങ്ങൾ കൊണ്ട് വേണമെങ്കിൽ പോലും അവർക്ക് ദേവാലയം പണിതുയർത്താൻ കഴിയും. അങ്ങനെ കാര്യങ്ങളെല്ലാം ക്രമീകരിക്കപ്പെട്ടിരിക്കുകയാണ്. Some people who are closely observing the activities in Israel, they are telling that
they already planned and prepared everything. In a very short day, they can construct the temple. മഹോപദ്രവത്തിന്റെ 7 വർഷം എന്നൊക്കെ പറയുന്നത് വളരെ വേഗത്തിൽ കടന്നു പോകും, കർത്താവിന്റെ വരവ് വളരെ വാതുക്കലായിരിക്കുന്നു എന്നാണ് സമകാലിക സംഭവങ്ങളൊക്കെ നമ്മളെ വിളിച്ചറിയിക്കുന്നത്. See, the recent incidents, what is happening on the earth, is telling that these 7 years will go very fast. മത്തായി എഴുതിയ സുവിശേഷം അതിന്റെ 24-ാമത്തെ അധ്യായത്തിലും ലൂക്കോസിന്റെ 21-ാമത്തെ അധ്യായത്തിലും കർത്താവിന്റെ രണ്ടാമത്തെ വരവിനെ പല സാഹചര്യങ്ങൾ പറയുന്നുണ്ടല്ലോ. Matthew 24 and Luke 21, in those two gospels we can see many things in connection with Jesus Christ's second coming. ഞാനതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല, പക്ഷെ അവസാന സമയമാകുമ്പോഴത്തേക്ക് ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ നിരാശയോടുകൂടി ഒരു പരിഭ്രമം വരും എന്ന് നമ്മൾ വായിക്കും. But I'm not going into the detail, but many people will get a lot of troubles and they will be having a lot of issues. നിരാശയോടുകൂടിയ പരിഭ്രമം വരും എന്നാണ് ലൂക്കോസിന്റെ സുവിശേഷം 21 നമ്മൾ വായിക്കുന്നത്. In Luke chapter 21, we can see that particular thing. Perplexity with the dismayed. നിരാശയോടുകൂടിയ വലിയ പരിഭ്രമം അവരെ സംബന്ധിച്ചിടത്തോളം എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് മനസ്സിലാകുന്നില്ല, ഇതെന്താ നടക്കുന്നതെന്ന് അറിയുന്നില്ല. നിരാശയോടുകൂടിയ ഒരു പരിഭ്രമം ലോക ജനതയെ മുഴുവൻ പിടിക്കും. ഇതൊക്കെ കർത്താവിന്റെ വരവിന്റെ അടയാളമായിട്ട് മത്തായി 24-ലും ലൂക്കോസ് 21-ലും നമ്മൾ വായിക്കുന്നു. Perplexity with despair, these mentioned in Matthew 24 and 21. The people of the world, they don't know what is happening and they are upset with this. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് കടന്നു പോകുന്ന ഈ കാലഘട്ടത്തിലും വലിയ പരിഭ്രമത്തോടു കൂടിയ നിരാശയോടുകൂടിയ വലിയ പരിഭ്രമം ലോക ജനതയെ മുഴുവൻ ഗ്രസിച്ചിരിക്കുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. Now, in this present time, for all the people in this world, we can see that the perplexity with the despair is happening to all of them. ഇന്ന് ഈ കൊറോണ വൈറസും ഇതിനെക്കുറിച്ചുള്ള ഈ മഹാമാരിയെ കുറിച്ചുള്ള വാർത്തകളും ഒക്കെ വരുമ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയാതെ ആളുകൾക്ക് നിരാശയോടുകൂടി ഒരു പരിഭ്രമമാണ് സംഭവിക്കുന്നത്. When this coronavirus is happening, the people, all of the people in this world having a perplexity with despair. നമ്മള് അങ്ങ് ലോകം മുഴുവൻ എല്ലാവരും അങ്ങേയറ്റം മുതൽ കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെയുള്ള എല്ലാ ഭൂഖണ്ഡങ്ങളിലും ഉള്ള എല്ലാ രാജ്യങ്ങളും അവരിതിനെക്കുറിച്ച് പരിഭ്രമിക്കുകയും ചിന്തിക്കുകയും എന്താണ് ഒരു പോംവഴി എന്നറിയാതെ വിഷമിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം. Now, because of this pandemic, from east to west, all continents, people are worried, they are upset, they are thinking, what will happen? അങ്ങനെ ഒരു സന്ദർഭം എന്ന് പറയുന്നത് കർത്താവിന്റെ വരവ് അടുത്തു എന്നുള്ളതും വിളിച്ചറിയിക്കുന്ന ഒരു കാര്യമാണ്. That shows the second coming of Jesus Christ is very near. പ്രിയപ്പെട്ടവരെ, ഒരു ദൈവത്തിന് പറയുകയുണ്ടായി, നോഹയുടെ കാലത്തുണ്ടായ ജലപ്രളയം കഴിഞ്ഞിട്ട് മുഴുവൻ ലോകത്തെയും ബാധിച്ച രണ്ടാമത്തെ സന്ദർഭം ഈ കൊറോണ വൈറസിൻ്റെതാണ് എന്ന് അദ്ദേഹം പറയുന്നത് കേൾക്കാനിടയായി. I heard from another person that after the flood in Noah's time, which has happened all around the earth, the same way, which is something happened all around the world, is this coronavirus issue. ഇടയ്ക്ക് ലോകമഹായുദ്ധങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, പക്ഷെ അത് 4, 5, 10 രാജ്യങ്ങളെ മാത്രം ബാധിക്കുന്നതാണ്. മുഴുവൻ ലോകത്തെയും കൂടെ ബാധിക്കുന്നത് നോഹയുടെ കാലത്തെ ജലപ്രളയം കഴിഞ്ഞാൽ പിന്നീട് രണ്ടാമത് സംഭവിച്ചത് ഇതാണ് എന്ന് പറയുന്നത് കേൾക്കാനിടയായി. So first and second world war happened in between, but that was not affected in all countries. But after the flood of Noah, which was affected the whole world, the similar kind of thing is happened for the next time in our era. ലൂക്കോസ് 17-ാം അധ്യായത്തില് നോഹയുടെ ജലപ്രളയത്തെയും കർത്താവിന്റെ വരവിനെയും താരതമ്യപ്പെടുത്തി പറഞ്ഞിട്ടുണ്ടല്ലോ. In Luke 17, it is related like the second coming of Jesus Christ and the flood of Noah. ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. നമ്മൾ ഇതുവരെ കാണാത്ത പല ലോക സംഭവങ്ങള്
കർത്താവിന്റെ രണ്ടാമത്തെ വരവ് വളരെ വാതുക്കലായി, യോബേൽ സംവത്സരം ഇതാ അടുത്തു എന്നുള്ള ഒരു ആർപ്പുവിളി ഉയരുകയാണ്. In short, what I'm trying to say that the year of Jubilee is near, and all these things, all these sounds shows that the second coming of the Lord is very near. പ്രിയപ്പെട്ടവരെ, അങ്ങനെ യോബേൽ സംവത്സരം അടുത്തു വന്നാൽ എന്ത് വേണം? സ്ഥലത്തിന് പിന്നെ വിലയില്ല. See, if the year of Jubilee is coming closer, then the value of the property is very less. നോക്കുക, നമ്മള് കർത്താവ് അടുത്ത ദിവസം വന്നു, സഭ ഇവിടെ നിന്ന് മാറ്റപ്പെട്ടു. ഇതിനൊക്കെ എന്താ വിലയുള്ളത്? ഇതിന്റെ വില ഇല്ലാതായി പോകുന്നു. യോബേൽ സംവത്സരം വാതുക്കലായിരിക്കുമ്പോൾ സ്ഥലത്തിനും നിലത്തിനും ഒന്നും വിലയില്ല. ഈ ഒരു സാഹചര്യത്തിലേക്ക് ഇന്ന് ലോകം വരികയാണ്. See, if Jesus Christ comes and if we all go, what is the value of all those things? So that Jesus comes, second coming is very closer. So we have to see what is the value for the land and the property and other things. നമ്മളെ ശിഷ്യത്വത്തിന്റെ രണ്ടാമത്തെ പടിയായിട്ട് പറഞ്ഞത് ഭൗതിക വസ്തുക്കൾ, ഭൗതിക വസ്തുക്കൾ, ഇതിനെ കുറിച്ചുള്ള ആ നിലയിലുള്ള അതിനെയൊക്കെ ഹൃദയം കൊണ്ട് വിട്ടുപിരിയാൻ എന്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല എന്നതിനോട് ചേർത്താണ് അതിൽ നിന്നൊക്കെയുള്ള സ്വാതന്ത്ര്യം എത്രയും വേഗം നമ്മൾ പ്രാപിക്കണം, കാരണം കർത്താവിന്റെ വരവടുത്തു എന്നുള്ള കാര്യം നമ്മൾ ഇവിടെ ചിന്തിച്ചത്. So what we are telling that the second step in discipleship is that we have to detach from our possessions. So we have to come out from all kind of things. നമ്മളെ സംബന്ധിച്ച് പ്രിയപ്പെട്ടവരെ, ഇതിനൊക്കെ ഇത്ര വിലയേ ഉള്ളൂ. അതുകൊണ്ട് ഇതിനെക്കുറിച്ചൊക്കെ ഉള്ള മാനുഷികമായ അടുപ്പത്തിൽ നിന്ന് നമ്മൾ മോചിക്കപ്പെടണം. ഇല്ലെങ്കിൽ നമ്മള് ചതിക്കപ്പെട്ടു പോയതുപോലെ ആയിപ്പോകും. So we can see that the value for these kind of things only this much. So we have to detach from its human way. So otherwise we will be lost and we will be, we will be deceived. അപ്പോസ്തല പ്രവൃത്തി 5-ാം അധ്യായത്തില് 1-ാം നൂറ്റാണ്ടിലെ സഭയിലുള്ളവർ അവരുടെ വസ്തുവകകൾ വിറ്റ് അപ്പോസ്തലന്റെ കാൽക്കൽ വെക്കുന്നതിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. In the book of Acts chapter 5, we can see that the first century disciples sold all their property and giving it to the apostles. അവരെ സംബന്ധിച്ചിടത്തോളം അവർ വിചാരിച്ചത് അവരുടെ കാലഘട്ടത്തിൽ തന്നെ കർത്താവിന്റെ രണ്ടാമത്തെ വരെ ഉണ്ടാകുമെന്നാണ് അവർ വിചാരിച്ചിരുന്നത്. അങ്ങനെ പൂർണ്ണ മനസ്കരായ അവര് തങ്ങളുടെ ഭൗതിക വസ്തുക്കളൊക്കെ വിറ്റ് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെച്ചു. ഇതൊക്കെയാണ് നമ്മള് അനന്യാസിന്റെയും സഫീറയുടെയും കഥയോടുള്ള ബന്ധത്തിൽ വായിക്കുന്നത്. When we seeing the life of Ananias and Sapphira, in that time those people were thinking that the Lord will come so fast. So they sold all their properties and they give the money to the apostles. നമ്മൾ അങ്ങനെ സ്ഥലം വിൽക്കണമെന്നല്ല നമ്മൾ പറയുന്നത്. പക്ഷേ അതിനെക്കുറിച്ചൊക്കെയുള്ള ഈ ഭൗതിക വസ്തുക്കളെക്കുറിച്ചും ബന്ധങ്ങളെക്കുറിച്ചും സ്വയത്തെക്കുറിച്ചും ഒക്കെയുള്ള നമ്മുടെ മാനുഷികമായ മമതയിൽ നമുക്കൊരു മാറ്റം വരണം. കാരണം കർത്താവിന്റെ വരവ് വളരെ അടുത്തു. I'm not trying to say that we have to sell all the properties, but in connection with our relation, possession, and our own life, our human way of thinking and human love, we should have a change in that attitude because the second coming of the Lord is very closer. നമ്മൾ ഓർക്കുക, അന്ന് 1-ാം നൂറ്റാണ്ടിലെ സഭയില് അവരില് ചിലർ അങ്ങനൊന്നും വിറ്റില്ല എന്നിരിക്കട്ടെ. വിൽക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ലായിരുന്നു. അനന്യാസും സഫീറയും ശിക്ഷിക്കപ്പെട്ടത് അവര് വ്യാജം കാണിച്ചത് കൊണ്ടാണ്. അല്ലാതെ എല്ലാവരും വിൽക്കണം എന്നില്ലായിരുന്നു. ചിലർ വിറ്റില്ല എന്ന് സങ്കല്പിക്കുക. See, suppose there was no rule like you have to sell all the property and give the money. So some people sold their property, some did not sell, and because Ananias and Sapphira, what happened to them because they cheated the Lord. എന്നാൽ അങ്ങനെ വിറ്റവരും വിൽക്കാത്തവരും എല്ലാം ഉള്ള സഭയ്ക്ക് പിന്നീട് എന്തോ സംഭവിച്ചു, യെരുശലേമിലെ സഭയ്ക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളത് അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണാൻ കഴിയും. In Acts chapter 8, verse number 1, we can see something for the people who sold all their property and people who are not sell any property. We can see that what happened to them in Acts chapter 8. അന്ന് യെരുശലേമിലെ സഭയ്ക്ക് ഒരു വലിയ ഉപദ്രവം നേരിട്ടു.
അപ്പോസ്തലന്മാർ ഒഴികെ എല്ലാവരും യഹൂദ്യ ശമരിയ ദേശങ്ങളിലേക്ക് ചെതറിപ്പോയി. On that day, a great persecution began against the church in Jerusalem, and they were all scattered throughout the regions of Judea and Samaria, except the apostles. അപ്പൊ യെരുശലേമിലെ 1-ാം നൂറ്റാണ്ടിലെ സഭയിലുള്ളവരിൽ വിറ്റവരും വിൽക്കാത്തവരും എല്ലാം എന്ത് ചെയ്തു? നാട് വിട്ടു പോകേണ്ടി വന്നു. അവര് ശമര്യയിലേക്കും യഹൂദയിലേക്കും എല്ലാം പോകേണ്ടതായിട്ട് വന്നു. അവരെ കുറിച്ച് ഒരു നിമിഷം നമുക്കൊന്ന് ചിന്തിക്കാം. So we can think about the people who sold their properties, who didn't sell their property in the first century church. When the issue came into their life, they have to scatter through many places like Judea and Samaria. അതിലെ 2 പേര്, ഒരാള് വിറ്റ് അപ്പോസ്തലന്റെ കാൽക്കൽ വെച്ചയാള്, മറ്റേയാള് വിൽക്കാതിരുന്ന ആള്. 2 കൂട്ടരും എന്ത് പറ്റി? 2 പേരും ശമര്യയിലേക്ക് ചെതറിപ്പോയി. So we can take an example of 2 people, one person who sold the property and gave it to apostle, other person who did not sell his property, and both have to face the same problem, and they went to Judea. എന്നാൽ ഈ ശമര്യയിലായിരിക്കുമ്പോൾ ആർക്കായിരിക്കും ഏറ്റവും കൂടുതൽ ദുഃഖം ഉണ്ടായിരിക്കുക? തീർച്ചയായിട്ടും നേരത്തെ ഇത് വിൽക്കാഞ്ഞ ആളിനാണ്. വിറ്റ് അപ്പോസ്തലന്റെ കാൽക്കൽ വെച്ചിരുന്നെങ്കിൽ പ്രതിഫലമെങ്കിലും കിട്ടിയേനെ. ഇത് വിറ്റുമില്ല, സ്ഥലവും നഷ്ടപ്പെട്ടു. കൂടുതൽ നഷ്ടം വന്നത് വിൽക്കാഞ്ഞ ആളിനാണ്. Now these 2 people are in Samaria. The person who didn't sell his property may be more sad, because the other person who sold the property and now he gave the money to apostle, but this person who did not sell the property, but now he lost his property, so he thinking that I am not even getting any reward for that also, so he's very sad. പ്രിയപ്പെട്ടവരെ, ഞാൻ സ്ഥലം വിൽക്കുന്നതിനെ കുറിച്ചല്ല പറഞ്ഞത്. കർത്താവിന്റെ വരവ് പെട്ടെന്ന് സംഭവിച്ചാൽ, നമ്മൾ മാറ്റപ്പെട്ടാൽ, നമ്മൾ ഈ ശിഷ്യത്വ ജീവിതത്തിലേക്ക് കടന്നിട്ടില്ലെങ്കിൽ നമുക്ക് എന്തൊരു വലിയ നഷ്ടമായിരിക്കും ഉണ്ടാവുക. See, what I'm trying to say that it's not to sell the property, but when the Christ comes back and the church will be taken. But if you are not coming to the life of discipleship, what a great loss it will be. അതുകൊണ്ട് ഈ ലോക സംഭവങ്ങൾ കർത്താവിന്റെ വരവിനെ വിളിച്ചറിയിക്കുന്നു. ഒരു യോബേൽ സംവത്സരം ആസന്നമായി. സ്ഥലങ്ങൾക്ക് നമ്മുടെ മനസ്സിലുള്ള വില കുറയട്ടെ. ഇതൊക്കെ ഇത്രയ്ക്കിത്രയേ ഉള്ളൂ, വില ഇത്രയേ ഉള്ളൂ എന്ന് കണ്ട് അതിൽ നിന്ന് ആരോഗ്യകരമായ ഒരു വേർപാട് നമ്മുടെ മനസ്സിൽ ഉണ്ടാകട്ടെ. ആ കാര്യമാണ് നമ്മൾ പറഞ്ഞത്. What we are trying to say that the year of Jubilee is coming, the second coming of the Lord is coming, the property prices are going down. So in our heart, there should be a healthy detachment from all these things. നമ്മൾ ഒത്തിരി കാര്യങ്ങൾ പറയായിരുന്നുണ്ട്. ഞാൻ ഓർക്കുന്ന ഒരു ഉദാഹരണം എല്ലാവരുടെയും ശ്രദ്ധ കിട്ടാൻ വേണ്ടി ഞാൻ ഇങ്ങനെ പറയാം. So I'm just thinking about one incident, and for your attention, I'll explain that. അതായത് നമ്മുടെ ഒരു സഹോദരൻ തന്നെ, അദ്ദേഹം താൻ ഒരു പുതിയ കാർ വാങ്ങിക്കാനിടയായി. One of our brother who bought a new car. കാർ വാങ്ങിക്കാൻ ഇടയായത് എന്തെന്ന് വെച്ചാൽ, തനിക്ക് ചില ശാരീരികമായ പ്രയാസങ്ങൾ ഉണ്ടായി. ഡോക്ടർ പറഞ്ഞു തനിക്ക് ഓഫീസിൽ പോകണമെങ്കിൽ ഇനിയും തനിക്കൊരു കാർ ഉണ്ടേലേ പറ്റുള്ളൂ. അതുകൊണ്ട് ആ സഹോദരൻ തനിക്ക് ഉണ്ടായിരുന്ന ഒക്കെ മുടക്കി അന്നൊരു മാരുതി 800 പുതിയത് വാങ്ങിയ ഒരു സന്ദർഭം. So because why he bought it? Because he had some physical issues. So the doctor told him that if you want to go to office, you have to use a car. So what he took whatever he had and he bought a car, Maruti 800. ജീവിതത്തിൽ അതേവരെ അദ്ദേഹം ഒരു പുതിയ കാർ വാങ്ങിച്ചിട്ടില്ല. എല്ലാ സെക്കൻഡ് ഹാൻഡ് വണ്ടികളൊക്കെ വാങ്ങിച്ച് അതും കൊണ്ട് ജീവിച്ച സഹോദരൻ. He never bought anything brand new items. He always bought only second hands. Now first time he's buying a new car. ഈ പുതിയ കാർ വാങ്ങിച്ച് ഓഫീസിലൊക്കെ ചെന്ന് അതെവിടെങ്കിലും പാർക്ക് ചെയ്തിട്ടേക്കുമ്പോൾ അദ്ദേഹം ഇടയ്ക്ക് ജോലി സമയത്ത് ഇടയ്ക്ക് ഇറങ്ങി ആ ജനലിൽ കൂടെ പുറത്തോട്ടൊക്കെ നോക്കുന്നത് എന്താ, കാറ് വെയിലൊക്കെ കൊള്ളാതാണോ കിടക്കുന്നത്, അതേൽ ആരും ഒന്നും കൊണ്ടുവന്ന് പോറിച്ചിട്ടില്ലല്ലോ എന്നൊക്കെ വന്ന് നോക്കുക. So after parking the car, he's working in the office. In between, he's getting up and slowly, peeping through the window and looking at the car. Is the car in the shade? Is anybody scratch on it? അദ്ദേഹത്തിന് ഉള്ളിൽ പെട്ടെന്ന് പരിശുദ്ധാത്മാവ് ബോധ്യം കൊടുത്തു, ഈ ഭൗതിക വസ്തു കാറ് നിനക്കൊരു ഹൃദയത്തിൽ ഒരു വിഗ്രഹമായി തീരുകയാണോ? ഒരു ശിഷ്യത്വത്തിന്റെ പടിയെന്ന് പറയുന്നത് ഈ ഭൗതിക വസ്തുക്കളിൽ നിന്നുള്ള
ആരോഗ്യകരമായ ഹൃദയപരമായ ഒരു വേർപാടല്ലേ, അതിപ്പോഴെങ്ങനെ ഇരിക്കുന്നു എന്നൊക്കെ പരിശുദ്ധാത്മാവ് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തുന്നു. So, see, the Holy Spirit is prompting him that, is this car became an idol for you? So, you need to have a detachment from the property. So, all these things, Holy Spirit is reminding him. അപ്പോ അദ്ദേഹം പ്രാർത്ഥിക്കാൻ തുടങ്ങി, കർത്താവേ, എനിക്കിത് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല, പുതിയ വണ്ടി ആയതുകൊണ്ട് കൂടെ കൂടി ഇങ്ങനെ വന്ന് നോക്കണം, ഇതൊരു വിഗ്രഹമായി തീരുകയാണോ എന്ന് എനിക്ക് തന്നെ സംശയമുണ്ട്, എങ്കിലും എന്നെ ഇതിൽ നിന്ന് വിടുവിക്കണേ എന്നൊക്കെ തരം കിട്ടുമ്പോഴൊക്കെ അദ്ദേഹം പ്രാർത്ഥിക്കാൻ തുടങ്ങി. So now he started praying, Lord, even I don't know whether it's becoming an idol because it's a new car, I cannot control it, I'm coming in between and I'm looking, so please help me, Lord. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഇത്തരം ചില പ്രാർത്ഥനകൾ ദൈവം വളരെ വേഗത്തിൽ കേൾക്കും. Beloved, these kind of prayers God will quickly hear. അതിന്റെ അടുത്ത ഒരു ദിവസം ഈ സഹോദരൻ വണ്ടി ഒരിടത്ത് കൊണ്ടുവന്ന് പാർക്ക് ചെയ്തിട്ടിട്ട് പോയി ഒരു സാധനം വാങ്ങിച്ചിട്ട് തിരിച്ചു വന്നപ്പം ആരോ ഇദ്ദേഹത്തിന്റെ പുതിയ കാറയിൽ ഇടിച്ച് അത് ചളുക്കിയതിന് ശേഷം അയാൾ സ്ഥലം വിട്ടു പോയിരിക്കുന്നു. ആരാണെന്ന് അറിഞ്ഞുകൂടാ. Now what happened, this brother who parked the car and he went out for buying something, when he came back he saw that somebody came and hit the car and the car has got a dent and he don't know who was the person who hit the car. കണ്ടോ, ഒരു വിഗ്രഹം തകരാൻ വേണ്ടി ദൈവം അനുവദിച്ച ഒരു കാര്യമാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. To break that idol, this person understood that this is allowed by the God. പുതിയ കാർ ആയതുകൊണ്ട് ഇൻഷുറൻസും ഒക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് അത് വളരെ വേഗത്തിൽ കൊണ്ടുപോയി നന്നാക്കി വീണ്ടും പെയിന്റ് ഒക്കെ ചെയ്ത് ഒരു കുഴപ്പവും ഇല്ലാതെ മടക്കി കൊണ്ടുപോയി. Since it was a brand new car, the insurance was there, so he cleared the dent and repainted and bring it back. തിരിച്ച് കാർ ഓടിച്ചോണ്ട് വരുമ്പോൾ അദ്ദേഹം വീണ്ടും പ്രാർത്ഥിക്കാൻ തുടങ്ങി, കർത്താവേ, ഇനിയും ആരെങ്കിലും കാറെ വന്ന് ഇടിക്കുന്നുണ്ടെങ്കിൽ ദയവായിട്ട് എന്നെ ആ ആളിനെ ഒന്ന് കാണിക്കണം, ആളിനോട് എനിക്ക് സമാധാനമായിട്ട് പെരുമാറാൻ ഒക്കുമോ ഇല്ലയോ എന്ന് എനിക്കൊന്ന് അറിയണമല്ലോ എന്ന് അദ്ദേഹം പ്രാർത്ഥിക്കാൻ തുടങ്ങി. While he was coming back, he was praying like that, Lord, when the second time if somebody comes and hit me, show me that person so I can see that whether I can deal with him in a peaceful way, in a loving way. അദ്ദേഹം ചിന്തിച്ചത്, നേരത്തെ ആണെങ്കിൽ ഇതെനിക്കൊരു വിഗ്രഹമായിരുന്നു, അന്നിപ്പം ആരെങ്കിലും എന്റെ മുമ്പിൽ വെച്ച് തന്നെ എന്റെ കാറെ വന്ന് ഇടിച്ചിരുന്നെങ്കിൽ ആ ആളിനോട് ഞാൻ ഒരു വിശ്വാസിക്ക് യോഗ്യമല്ലാത്ത രീതി പെരുമാറാമായിരുന്നു. നമ്മുടെ കഴിവിനപ്പുറത്തേക്ക് ദൈവം നമ്മളെ വിടാത്തത് കൊണ്ടാണ് ഞാൻ ഇല്ലാത്തപ്പം വണ്ടിയെ വന്ന് ഇടിക്കാൻ ഇടയായത്. ദൈവമേ, ഇനി ഇടിക്കുകയാണെങ്കിൽ എന്നെ ഒന്ന് കാണിച്ചു തരണം. ഇതാണ് അദ്ദേഹം പ്രാർത്ഥിച്ചതിന്റെ ചുരുക്കം. So what he was thinking in his mind like this, so because it was an idol, so and God will not test beyond our capacity. So because it's a brand new car, if somebody comes and hit, and if we see that, maybe he will behave in a way which is not suitable for a believer. അതുകൊണ്ട് വീണ്ടും എനിക്ക് ഇതൊരു വിഗ്രഹം അല്ലാതായി തീർന്നു എന്ന് അറിയിക്കാൻ വേണ്ടി എന്റെ കണ്ണിന് മുമ്പിൽ തന്നെ ഇനി ഒരു അപകടം ഉണ്ടാകുകയാണെങ്കിൽ അങ്ങനെ അനുവദിക്കണേ എന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. So to make sure that, Lord, this is not an idol, so if accident if happen in the second time, show me in front of my eyes. ദൈവം ഇത്തരം പ്രാർത്ഥനകൾ വേഗത്തിൽ കേൾക്കുമെന്ന് നമ്മൾ മുമ്പേ പറഞ്ഞല്ലോ. So he told earlier that God will listen to these kind of prayers very fastly. അടുത്തൊരു ദിവസം അദ്ദേഹം കാർ ഓടിച്ചു പോകുമ്പോൾ രണ്ട് ചെറുപ്പക്കാര് കോളേജ് വിദ്യാർത്ഥികളെ ഒരു ബൈക്കേൽ വരുന്ന കണ്ടപ്പോഴേ കുഴപ്പമാണെന്ന് മനസ്സിലാക്കി അദ്ദേഹം സൈഡ് ഒതുക്കി നിർത്തിയെങ്കിലും ഇവര് വന്ന് നേരെ ഈ വണ്ടിയിൽ ഇടിച്ചു കയറി. So next day when he was driving, he saw that two college students coming on a bike, and while seeing himself, he understood that these people will come and hit. So he parked the car on the side, but these guys came and hit directly on the car. അദ്ദേഹം ഉടനെ തന്നെ ഡോറ് തുറന്നിറങ്ങി, മോനെ നിങ്ങൾക്ക് വല്ലതും പറ്റിയോ എന്ന് ചോദിച്ച് അവരെ ഉടനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന ഒരു കാര്യത്തിനാണ് അദ്ദേഹം മുമ്പിൽ നിന്നത്. പിന്നീടാണ് സ്വന്തം കാറിന് എന്തൊക്കെ പറ്റിയെന്നുള്ളത് പിന്നീടാണ് അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. So after that accident, immediately he came out of the car and he asked the children or these guys, is there any problem for you? Are you okay? Then he arranged them to go to the hospital. After that only he gave preference to what happened to his car. പ്രിയപ്പെട്ടവരെ, കണ്ടോ, നമുക്ക് ഒരു കാർ ഉള്ളത് അതിൽ തന്നെ തെറ്റൊന്നുമല്ല. പക്ഷെ ആ കാറിനോട്, ആ ഭൗതിക വസ്തുവിനോട് നമുക്ക് ഹൃദയത്തിൽ അതൊരു വിഗ്രഹമായി തീരുമെങ്കിൽ കർത്താവിനും നമുക്കും ഇടയിൽ അത് ഒരു തടസ്സമായിട്ട് വരികയാണ്.
യഥാർത്ഥ ശിഷ്യത്വത്തിന്റെ ജീവിതത്തിന് അതൊരു വിലങ്ങുതടിയാകാം. See, the car by itself is not an issue, but when we have an attachment towards that car and when it comes in between you and your God, it is a problem. നമ്മുടെ ജീവിതത്തിൽ ഉടനീളം നമുക്കുള്ള വീട്, നമുക്കുള്ള കാറ്, നമ്മളെ കുറിച്ച് ആളുകൾ ഓരോന്ന് പറയുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നെല്ലാം നമുക്കൊരു സ്വാതന്ത്ര്യമാണ് ശിഷ്യത്വ ജീവിതം വാഗ്ദാനം ചെയ്യുന്നത്. ചിലപ്പോൾ ദൈവം ചില തകർച്ചകളിലൂടെ കടത്തിവിട്ടായിരിക്കും നമ്മളെ ആ സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുവരുന്നത്. ഇതാണല്ലോ നമ്മൾ നേരത്തെ ചിന്തിച്ചത്. So what we were early thinking that the car, the property, the people, what they talk about us, all these things are the things which is important for us. But what discipleship is giving, what is the promise is giving through that is a freedom from all those things. So God is helping for that. നമ്മുടെ സ്വയം വളരെ ശക്തമാണോ, അതോ നമ്മുടെ സ്വയത്തിനെതിരെ നമ്മളൊരു ക്രൂശ് എടുത്തിട്ടുണ്ടോ എന്നറിയണമെങ്കിൽ പ്രായോഗികമായ ചില സാഹചര്യങ്ങളിലൂടെ ദൈവം നമ്മളെ കടത്തിവിടണം. So how we know that our self is strong, or are we taking the cross? To see that we have to go through some practical issues. അവിടെ നമ്മൾ മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത് ദൈവത്തെ ഹൃദയശുദ്ധി ഉള്ളവർ കാണും എന്നാണ് നമ്മൾ വായിക്കുന്നത്. In Matthew 5:18, we can see only the people who will see the God is those who are pure in the heart. 5-ാമത്തെ വാക്യത്തിൽ ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. അവരെവിടെയും ദൈവത്തിന്റെ കരങ്ങളായിരിക്കും കാണുന്നത്, അല്ലാതെ ദൈവം ഉപയോഗിച്ച മനുഷ്യരെ ആയിരിക്കേയില്ല. മത്തായി 5:8. Actually, it's Matthew 5:8. Blessed is the pure in the heart; they will see God in their life. They are not seeing the people in all circumstances; they are seeing the hands of God. ഉദാഹരണത്തിന് കർത്താവായ യേശു ക്രിസ്തുവിനെ നോക്കുക. അവിടുന്ന് ഗത്സമന തോട്ടത്തിൽ പ്രാർത്ഥിച്ചു, പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് നീങ്ങിപ്പോകണം. So now we can take the example of Jesus Christ in the Garden of Gethsemane. He was praying, Lord, if it's your will, let this cup move away from me. അപ്പോ ആ പാനപാത്രം പറയുന്നത് എന്തായിരുന്നു? താനെ അനുഭവിക്കാൻ പോകുന്ന ആ ക്രൂശിന്റേതായ ആ ശിക്ഷകളായിരുന്നു താനെ പാനപാത്രം എന്ന് അവിടെ പറഞ്ഞു. So what is the meaning of the cup? The cup shows that the suffering, the things which is going to happen in his life. എന്നാൽ യോഹന്നാന്റെ സുവിശേഷം 18-ാമത്തെ അധ്യായത്തിൽ യൂദ കർത്താവിനെ കാണിച്ചു കൊടുക്കാൻ വരുന്ന സന്ദർഭത്തിൽ പത്രോസ് വാളെടുത്ത് വെട്ടാനും ഒക്കെ തുടങ്ങി. Now in the Gospel of John chapter 18, we can see that the Judas Iscariot is coming and is betraying Jesus, and the Peter is coming and trying to hurt him. അപ്പോ കർത്താവ് പത്രോസിനോട് പറയുന്നത് എന്താ? നീ വാള് ഉറയിലിടുക. കർത്താവ് എനിക്ക് തന്ന പാനപാത്രം, പിതാവ് എനിക്ക് തന്ന പാനപാത്രം ഞാൻ കുടിക്കേണ്ടതല്ലയോ എന്നാണ് യേശുവോട് പറയുന്നത്. What Jesus is telling to Peter, put the sword into the sheath, and the cup which the Father has given me, shall I not drink it? അപ്പോ ക്രൂശിലെ ആ ശിക്ഷയെന്നുള്ള പാനപാത്രം സത്യത്തെ കൊണ്ടുവന്നതാരാ? യേശുവിനെ കാണിച്ചു കൊടുത്ത ഇസ്കരിയോത്തായ യൂദയാണ് ആ പാനപാത്രവുമായിട്ട് വന്നത്. പക്ഷെ യേശു പറയുന്നു, യൂദയല്ല, പിതാവാണ് എനിക്ക് ഈ പാനപാത്രം തന്നത്. പിതാവ് തന്ന പാനപാത്രം ഞാൻ കുടിക്കേണ്ടയോ എന്ന് പത്രോസിനോട് പറയും. Actually, the cup, who bought the cup? Judas bought the cup, but Jesus is not seeing that. Jesus is seeing the cup was given by the Father. So he's telling Peter that, shall I drink it or not? പ്രിയപ്പെട്ടവരെ, നമുക്കെതിരെ വരുന്ന എതിരനുഭവങ്ങള് ചില വ്യക്തികളിലൂടെ ആയിരിക്കും വരുന്നത്. പക്ഷെ നമ്മൾ ഹൃദയശുദ്ധി ഉള്ളവരാണെങ്കിൽ അവിടെയൊക്കെ പിതാവിനെ, ദൈവത്തെ കാണും. ഈ പാനപാത്രവുമായി വന്ന ആളുകളെ അവരെ ഒരു വിധത്തിലും അവർക്കെതിരെ നമ്മൾ പോരാടുകയില്ല. അവരെയൊക്കെ ക്ഷമാപൂർവ്വം നമ്മൾ മടക്കി അയക്കും. See, if you are really pure in the heart, in our real life situation, when the people comes into our life, we are not seeing the people, we are seeing the God's hand there, and we will peacefully send the people back. നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുന്നിടത്തോളം നമ്മൾ ശിഷ്യത്വത്തിന്റെ അനുഭവങ്ങളിൽ വന്നെങ്കിലും പിന്നെയും ക്രൂശെടുത്ത് ദിനംതോറും ഇവിടെ തന്നെയാണ് ജീവിക്കുന്നത്. അപ്പോൾ വ്യത്യസ്തമായ പല അനുഭവങ്ങള് ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമായിട്ടുണ്ടോ എന്ന് പരീക്ഷിക്കാനായിട്ട് ദൈവം അനുവദിക്കും.
Even though we are living in this world as a disciple, but God is allowing in our life to see that whether all these things which we are learning is real in our life. So God will allow many tests in our life. സാഗ്ബേർ പറഞ്ഞ ഒരു അനുഭവം ഞാൻ ഓർക്കുന്നുണ്ട്. I'm remembering something which about our Sagbada said. സാഗ്ബേറിനെ ചില വർഷങ്ങൾക്ക് മുമ്പ് കോടതിയിൽ കൊണ്ടുപോയല്ലോ, കോടതിയിൽ താനെ നിൽക്കുന്നു. So a couple of years back, Sagbada was in a court. ആ കോടതിയിൽ നിൽക്കുമ്പോൾ കർത്താവ് കോടതിയിൽ നിന്ന ഒരു രംഗം സഹോദരൻ ഓർത്തുപോയി. Now, when he was standing in the court, he was remembering that Jesus is standing in the court. പീലാത്തോസ് കർത്താവിനോട് ചോദിക്കുന്നു, നിന്നെ സ്വതന്ത്രനായിട്ട് വിടാനും ഒക്കെ എനിക്ക് അധികാരമുണ്ടെന്ന് നീ അറിയുന്നില്ലയോ എന്ന് പീലാത്തോസ് യേശുവിനോട് ചോദിക്കുന്നു. Pilate is telling Jesus that I have the authority to free you. അപ്പോ യേശു എന്താ പറയുന്നത്? ഉയരത്തിൽ നിന്ന് ലഭിച്ചിട്ടല്ലാതെ നിനക്ക് എന്റെ മേൽ ഒരു അധികാരവുമില്ല. What Jesus is telling, unless and until you are receiving authority from above, you have nothing about, you have no power over me. കോടതിയിൽ നിൽക്കുമ്പോൾ നമ്മുടെ സഹോദരനും ഈ രംഗം ഓർത്തുപോയി. Our brother who was standing in the court, who remembered all these things. അപ്പൊ അദ്ദേഹം അവിടെ ഇരിക്കുന്ന ആ ന്യായാധിപനെ നോക്കി താൻ ഹൃദയത്തിൽ ഇങ്ങനെ പറഞ്ഞു, സ്വർഗത്തിൽ നിന്നും നിനക്ക് അധികാരം ലഭിച്ചിട്ടുള്ളത് കൊണ്ടാണ്, അല്ലെങ്കിൽ നിനക്കും എന്റെ മേൽ ഒരു അധികാരവും ഇല്ല എന്ന് ആ ന്യായാധിപനെ നോക്കി പറഞ്ഞു എന്ന് താന് ഒരു പ്രസംഗത്തിൽ പറയുന്നത് കേൾക്കാനിടയായി. So the brother was sharing like this in a message that in his heart he was telling to the judge, unless and until if you are not getting any authority from heaven, you have nothing upon me. അപ്പോ ഒരു ന്യായാധിപൻ, ഈ ലോകത്തിലെ ഒരു ജഡ്ജി നമ്മളോട് മോശമായിട്ട് പെരുമാറിയാലും നമുക്ക് ആ ന്യായാധിപനോട് വിരോധമില്ല. കാരണം അവന് അധികാരം കൊടുത്തത് ആരാണ്? ഉയരത്തിലുള്ള പിതാവ് കൊടുത്ത അധികാരമാണ്. പിതാവിനെയാണ് എവിടെയും കാണുന്നത്, അല്ലാതെ പാനപാത്രം കൊണ്ടുവന്ന വ്യക്തിയെയല്ല കാണുന്നത്. Suppose if a judge not behave properly, we should not see the judge is not behaving properly, but we have to see that the God is giving that authority, or that God is allowing that opportunity, and we have to see the God is sent that cup to us. പ്രിയപ്പെട്ടവരെ, നമ്മൾ പറഞ്ഞു വരുന്നത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പല അനുഭവങ്ങൾ വരുമ്പോ യഥാർത്ഥത്തിൽ ശിഷ്യത്വത്തിലൂടെ ഒരു സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മൾ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കെതിരെ വരുന്ന ആളുകളെയൊക്കെ നമുക്ക് നിരുപാധികം സന്തോഷത്തോടെ വിട്ടയക്കാൻ കഴിയും, എവിടെയും ദൈവത്തെ കാണാനായിട്ട് കഴിയും. So what I am trying to say that in our discipleship, when we live, we have a great liberty. When the people come in our life, we can very happily we can send them back. ഈ ശിഷ്യത്വ ജീവിതത്തിൽ പോകുന്ന ആളുകള് ഹൃദയത്തിൽ വളരെ സ്വാതന്ത്ര്യമുള്ള ആളുകളാണ്. അവർക്ക് ഒരാളോട് പോലും വ്യക്തിപരമായിട്ട് വൈരാഗ്യമോ അവരോട് കയ്പോ ഇല്ല. So the person who is walking through this path is having a great liberty towards other people. He is not having any grudge or any kind of issues against other people. വാച്ച്മാനി എന്ന് പറയുന്ന ദേവദാസന്റെ ജീവിതത്തിൽ ഉണ്ടായ ഒരു അനുഭവം അദ്ദേഹം ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. Vachwani is mentioned about something which has happened in his life. അദ്ദേഹം ഒരിക്കല് അദ്ദേഹം കൂടിയിരുന്ന സഭയിലുള്ള ചില പ്രിയപ്പെട്ടവർ അദ്ദേഹത്തെ തെറ്റിദ്ധരിക്കാനിടയായി. So some people who was in his church misunderstood him. അദ്ദേഹത്തെ ഒരളവിൽ ഒറ്റപ്പെടുത്തി. So they were against him. അങ്ങനെയുള്ള ഒരു സന്ദർഭത്തില് ഒരു ദിവസം വാച്ച്മാനിയും ഭാര്യ ചാരിറ്റിയും വീട്ടിലിരിക്കുമ്പോ വാച്ച്മാനിക്ക് ഒരു ഫോൺ വന്നു. So one day Vachwani and his wife Charity, when they were sitting at home, he got a phone call. അപ്പൊ ആ സഹോദരൻ ഫോൺ എടുത്ത് സംസാരിക്കുകയാണ്. ഭാര്യ, വാച്ച്മാനിയുടെ ഭാര്യ ദൂരെ നിന്ന് ഇത് കേൾക്കുകയാണ്. So Vachwani is talking over the phone and his wife is watching that. അപ്പോ ദൂരെ നിന്ന് ആരോ വളരെ ശബ്ദത്തിൽ വാച്ച്മാനിയോട് ഏതാണ്ടെല്ലാമോ അരമണിക്കൂർ ചെല്ലുവാനോ സംസാരിക്കുന്നു. On the other side of the phone, some person on a very high sound, very loud sound, is speaking something about an half an hour. വാച്ച്മാനി മറുതലക്കിലും വളരെ ശാന്തനായിട്ട് അപ്പൊ ഇടയ്ക്കിടയ്ക്ക് യെസ് യെസ്, താങ്ക് യു എന്നൊക്കെ മാത്രം പറയുന്നു. On the other side, Vachwani peacefully telling yes and thank you. അങ്ങനെ സംഭാഷണം നീണ്ടുപോയി. അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ സംഭാഷണം അവസാനിച്ചു. വാച്ച്മാനി താങ്ക് യു പറഞ്ഞ് ഫോൺ വെച്ചു.
So after half an hour, the conversation ended, and Vachwansi say, "Thank you." അപ്പോ ചാരിറ്റി ചോദിച്ചു, ആരാ വിളിച്ചതെന്ന് ചോദിച്ചു. Charity asked, "Who called you?" അപ്പോ വച്ചുവാനി പറഞ്ഞു, നമ്മുടെ ഒരു സഹോദരന്, നേരത്തെ ഉണ്ടായിരുന്ന ഒരു സഹോദരൻ എന്നെ വിളിച്ചതാണെന്ന്. Oh, then he was explaining there was another brother who was with us earlier. എന്താ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത്? ഏതാണ്ടൊക്കെയോ അരമണിക്കൂർ ചെല്ലുവാനും വലിയ ശബ്ദത്തിൽ പറയുന്ന കേട്ടല്ലോ എന്ന് ഈ ഭാര്യ ചോദിച്ചു. The wife was asking what he was telling. Half an hour, he was telling in a very big sound. അപ്പോ വച്ചുവാനി പറഞ്ഞു, ഞാൻ ഇത്രയും നാൾ ചെയ്തതെല്ലാം മഹാമണ്ഡത്തരവും തെറ്റുമാണെന്ന് എന്നെ പറഞ്ഞു മനസ്സിലാക്കുകയായിരുന്നു ആ സഹോദരൻ എന്ന് പറഞ്ഞു. The other person was trying to convince me all these years I was doing wrong things and all foolish things. അപ്പോ ഇദ്ദേഹം ചാരിറ്റി ചോദിച്ചു, അപ്പൊ അത് കേട്ടപ്പോ അതെല്ലാം ശരിയാണെന്ന് തോന്നിയോ എന്ന് ചോദിച്ചു. So that time his wife asked him, when you heard that, did you think that it's all correct? അപ്പൊ പറഞ്ഞു, ഇല്ല, അങ്ങനെ തോന്നിയില്ല. അദ്ദേഹം അത്രയെല്ലാം പറഞ്ഞിട്ടും ഞാൻ ചെയ്തത് തന്നെ ശരിയെന്നാണ് എന്റെ ബോധ്യം, അതുകൊണ്ട് ഞാൻ ഒന്നും പറയാതെ അങ്ങ് വെച്ചതാണ് എന്ന് പറഞ്ഞു. So Vachwanami was replying that no. After even he is saying all those things, I have a conviction that whatever I am doing is correct. So I just kept it like that. അപ്പോ വച്ചുവാനിയുടെ ഭാര്യ പറഞ്ഞു, അങ്ങനാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ബോധ്യമെങ്കിൽ അത് അദ്ദേഹത്തെ പറഞ്ഞു മനസ്സിലാക്കാൻ എന്താ, വെറുതെ ചുമ്മാതെ ഒരു പൊട്ടന്റെ കൂട്ട് യെസ് യെസ് താങ്ക് യു എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ മതിയായിരുന്നു എന്നൊരു ഭാര്യയുടെ സ്വാതന്ത്ര്യത്തോടെ ഭർത്താവിനോട് ചോദിച്ചു. With the freedom of a wife, he is telling to Vachwani, she is asking Vachwani, then you should tell him about your conviction and you should try to convict him. But what you were doing, you were just like a fool. You are telling yes, thank you. അപ്പോ അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അതായത് ഒരു കാര്യം ഓർക്കണം, ആളുകള് വാച്ച്മാനിയെ വാനോളം പുകഴ്ത്തിയാലും വാച്ച്മാനി തന്നെ, ആളുകൾ വാച്ച്മാനിയെ പാതാളത്തോളം ചവിട്ടി താഴ്ത്തിയാലും വാച്ച്മാനി തന്നെ എന്ന് പറഞ്ഞ് അദ്ദേഹം ചിരിച്ചു. So he was smiling and telling to his wife, if somebody praise you up to the heavens, still Vachwani is Vachwani. Or if any person push you down to the hell, in that time also Vachwani is Vachwani. പ്രിയപ്പെട്ടവരെ, ശരിയല്ലേ? നമ്മളെ ആളുകള് എന്തെല്ലാം പറഞ്ഞാലും നമ്മൾ തന്നെ, നമ്മളെ ഉയർത്തി പറഞ്ഞാലും നമ്മൾ തന്നെ, താഴ്ത്തി പറഞ്ഞാലും നമ്മൾ അതേ ആള് തന്നെ. പിന്നെന്തിനാണ് നമ്മൾ നമ്മളെ തന്നെ ഡിഫെൻഡ് ചെയ്യാനും അതങ്ങനല്ല ഇങ്ങനാണെന്ന് പറയാനും ഒക്കെ പോകുന്നത് എന്തിനാ? See, when you think like that, is it right? So if somebody says something against you, why you want to defend yourself? You are trying to say it is not like that, it is like this. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വരുന്നത്, എന്തൊരു സ്വാതന്ത്ര്യമുള്ള ജീവിതമാണ്. ആരെങ്കിലും എന്ത് പറഞ്ഞാലും അത് നമ്മളെ ബാധിക്കുന്നില്ല. കാരണം നമുക്ക് പിടിക്കാനായിട്ട്, നമുക്ക് സംരക്ഷിക്കാൻ നമ്മുടേതായ ഒരു ഈഗോ ഇല്ല, നമുക്കൊരാളോടും വൈരാഗ്യമില്ല. യഥാർത്ഥ ശിഷ്യത്വമാണ് ഇങ്ങനെ ഒരു സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മളെ നയിക്കുന്നത്. What a great liberty it is. What a life it is, the life of discipleship. We don't need to defend ourselves. We don't need to explain. We don't need to tell people that it is like that. What a life it is. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യം, അതിന്റെ അവസാന ഭാഗം ഇങ്ങനെയാണ്. Galatians 6:14, the latter part it is like this. അവനാൽ ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. Through him, through which the world has been crucified to me and I to the world. ലിവിംഗ് ബൈബിളിൽ അത് കുറച്ചുകൂടെ ഭംഗിയായിട്ടാണ് അത് പറഞ്ഞിരിക്കുന്നത്. In Living Bible it is mentioned very clearly. അതായത് ഈ ലോകത്തെ കുറിച്ചുള്ള എന്റെ താല്പര്യം വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ മരിച്ചുപോയി, ലോകത്തിനും എന്നോടുള്ള താല്പര്യം മരിച്ചുപോയി. ഇങ്ങനെയാണ്. So it is mentioned that the interest towards the world for me and against is already died many years back. My interest in the world died long ago. World also has no interest in me. എന്തൊരു സ്വാതന്ത്ര്യമുള്ള ഒരു ജീവിതം. What a life of freedom. പ്രിയപ്പെട്ടവരെ, പലരും തന്നെ നടക്കുമ്പോഴൊക്കെ മനസ്സിൽ ചിന്തിക്കുന്നത് ലോകം എന്നെ കുറിച്ച് എന്ത് പറയും, അവരെന്നെ കുറിച്ച് എന്ത് ചിന്തിക്കും, ഇങ്ങനെയൊക്കെയുള്ള കാര്യമല്ലേ. ഇതാ ഞാൻ ലോകത്തിനും ലോകം എനിക്കും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു.
See, when a person leaves, normally what are the things come in the mind? What people will think about me? What the world will think about me? So, what a great way it is. The world has been crucified to me, and I to the world. അതിന്റെ 6-ാമത്തെ അധ്യായത്തിന്റെ തന്നെ 9-ാമത്തെ വാക്യം, നിത്യജീവനെ കൊയ്യുന്നതിനും ആത്മാവിൽ വിതയ്ക്കുന്നവൻ ആത്മാവിൽ നിന്ന് നിത്യജീവനെ കൊയ്യും, തളർന്നു പോകാഞ്ഞാൽ തക്ക സമയത്ത് നാം കൊയ്യും. In the same chapter, verse number 9, let us not lose heart in doing good, for in due time we will reap if we do not grow weary. പ്രിയപ്പെട്ടവരെ, കണ്ടോ, നമ്മൾ ഈ വഴിയിൽ പോകുന്നതിൽ, in English it is in the verse number 8. Okay. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ വഴിയിൽ പോകുമ്പോ നമ്മൾ തളർന്നു പോകരുത്, തളർന്നു പോകാഞ്ഞാൽ തക്ക സമയത്ത് നാം കൊയ്യും. So we should not lose the heart in doing good. If we are not doing it, we will reap in the proper time. നമ്മള് ഇതൊരു ആത്മാവിലെ വിതയാണ്. This is sowing in the spirit. ജഡത്തിൽ അതിന് പകരം വിതയ്ക്കാം, പക്ഷെ ജഡത്തിൽ വിതച്ചാൽ ജഡത്തിൽ നിന്ന് നാശമാണ് കൊയ്യുന്നത്. We can also sow in the flesh, but what we will reap, we reap destruction. നമുക്ക് അതുകൊണ്ട് ഈ കാര്യങ്ങൾ നമുക്ക് ശിഷ്യത്വം തരുന്ന ആ സ്വാതന്ത്ര്യത്തിൽ നമുക്ക് ഈ ലോകത്തിന് ക്രൂശിക്കപ്പെട്ടവരായും ലോകം നമ്മളെ ഒറ്റപ്പെടുത്തിയാലും നമുക്ക് പ്രശ്നമില്ല എന്നുള്ള നിലയിലും സ്വതന്ത്രമായിട്ട് ജീവിക്കുന്നവരായിരിക്കാം. So what is the freedom this discipleship will giving? Even if the world crucified us or the world says something, we can also live in that way. നമ്മളെ 73-ാം സങ്കീർത്തനത്തിൽ നിന്ന് ചില വാക്യങ്ങളോടെ വായിച്ച് ഞാൻ എന്റെ വാക്കുകളെ അവസാനിപ്പിക്കുകയാണ്. So I'm ending my word by reading some verses from Psalm 73. പ്രിയപ്പെട്ടവരെ, 73-ാമത്തെ സങ്കീർത്തനം ആസാഫിന്റെ ആ സങ്കീർത്തനത്തില് ആസാഫ് പറഞ്ഞിരിക്കുന്നു, അതിന്റെ 23-24 വാക്യങ്ങൾ. Psalm 73, chapter 23 and 24, Asaph is saying like this. 23 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ ഞാനിങ്ങനെ വായിക്കാം. എന്നിട്ട് ഞാൻ എപ്പോഴും നിന്റെ അടുക്കൽ ഇരിക്കുന്നു, നീ എന്നെ വലം കൈക്ക് പിടിച്ചിരിക്കുന്നു, നിന്റെ ആലോചനയാൽ നീ എന്നെ നടത്തും, പിന്നത്തേതിൽ മഹത്വത്തിലേക്ക് എന്നെ കൈക്കൊള്ളും. സ്വർഗത്തിൽ എനിക്ക് ആരുള്ളൂ, ഭൂമിയിലും നിന്നെ അല്ലാതെ ഞാൻ ഒന്നും ആഗ്രഹിക്കുന്നില്ല. In Psalm 73, verse number 23, Psalm 73, verse number 23 onwards. Nevertheless, I am continually with you. You have taken hold of my right hand. With your counsel, you will guide me, and afterward receive me to glory. Whom I have in heaven but you, and besides you, I desire nothing on earth. എല്ലായിടത്തും ദൈവത്തെ കാണുന്ന ഒരു ശിഷ്യന് മാത്രമേ ഇങ്ങനെ പറയാനായിട്ട് കഴിയൂ. So only a person can say like this if he see in every area of his life, if he see God, then only he can say like this. അതിന്റെ 25-ാമത്തെ വാക്യത്തിൽ പറയുന്നു, സ്വർഗത്തിൽ എനിക്ക് ആരുള്ളൂ, സ്വർഗത്തിൽ നമുക്ക് ആരാ ഉള്ളത്, കർത്താവ് മാത്രമേ ഉള്ളൂ, ഭൂമിയിലും നീ മാത്രമേ എനിക്കുള്ളൂ. In verse 25, what it says, who is there for me in heaven? We know that it's only God, but the same person is telling that in earth also, I desire nothing other than God. പ്രിയപ്പെട്ടവരെ, അവിടെ കണ്ടോ, അവിടെ 4 കാര്യങ്ങളാണ് നമ്മള് 23 മുതല് ദൈവാനുഭവങ്ങള് 4 കാര്യങ്ങളാണ് നമുക്ക് അക്കമിട്ട് കാണാൻ കഴിയുന്നത്. 4 things which we can see from verse number 23. എന്നിട്ട് ഞാൻ എപ്പോഴും നിന്റെ അടുക്കൽ ഇരിക്കുന്നു, ദൈവികമായ ഒരു സാന്നിധ്യം ഒന്നാമത് കാണാൻ കഴിയും. The first thing what we can see that the presence of God there, nevertheless I am continually with you. രണ്ടാമത് അവന്റെ വലക്കൈ കൊണ്ടുള്ള ആ പിടുത്തം, കൂടുതൽ അടുപ്പമുള്ള ആ ഒരു ബന്ധം, അതാണ് നീ എന്നെ വലങ്കൈക്ക് പിടിച്ചിരിക്കുന്നു. It's a close relationship that shows that he is holding me with my right hand. മൂന്നാമത് അവിടുത്തെ തന്നെ ആലോചന, ദൈവത്തിന്റെ ആലോചന, നിന്റെ ആലോചനയാൽ നീ എന്നെ നടത്തും. The third thing is the counsel of God that shows that with your counsel you guide me. ഒടുവിലായിട്ട് ഗ്ലോറി ഓഫ് ഹെവൻ, സ്വർഗത്തിലേക്കുള്ള മഹത്വത്തിലേക്കുള്ള ആ നിലയിലുള്ള ഒരു പ്രവേശം, അതാണ് ഒടുവിലായിട്ട് കാണുന്നത്.
And finally, what we can see that he will receive me to the glory. നമ്മൾ പറഞ്ഞത് ദൈവത്തിന്റെ സാന്നിധ്യം. First, what we said, the presence of God. ദൈവത്തിന്റെ കൂടുതൽ അടുത്ത വലങ്കൈ കൊണ്ടുള്ള ആ പിടുത്തവും കൂടുതൽ അടുത്ത ബന്ധവും. God's holding us with the right hand, that shows the close relationship with God. ദൈവത്തിന്റെ ദിവ്യമായ ആലോചനയിൽ നടത്തപ്പെടുന്ന അനുഭവം. God's divine counsel. ഒടുവിലായിട്ട് മഹത്വത്തിലേക്ക് നമ്മളെ കൈക്കൊള്ളുന്ന ആ വലിയ അനുഭവം. The great experience of receiving us into the glory. അങ്ങനെയൊക്കെ ശേഷം സ്വർഗത്തിൽ ചെല്ലുമ്പോൾ അവിടെ നീ മാത്രമേ എനിക്കുള്ളൂ, ഭൂമിയിലും നിന്നെ അല്ലാതെ ഞാനൊന്നും ആഗ്രഹിക്കുന്നില്ല. And after all these things, finally we say that in heaven there is no one besides you, but also on earth I desire you. പ്രിയപ്പെട്ടവരെ, വളരെ സ്വാതന്ത്ര്യമുള്ള ഒരു ജീവിതമാണ് ഒരു ശിഷ്യന്റെ ജീവിതം. Dear beloved, our life in this earth, if you go as a disciple, it's a life of freedom. യേശുവിനോട് ചേർന്ന് നടക്കുക, അവിടുന്ന് നമ്മളെ അനാഥരായി വിടുകയില്ല. Walk closely to Jesus, he will never leave you as orphans. യോഹന്നാന്റെ സുവിശേഷം 14:18 നമ്മൾ വായിക്കുന്നു, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും. ആ സാന്നിധ്യവും സജീവമായ ആ പങ്കാളിത്തത്തിന്റെ ജീവിതമാണ് അവിടെ പറയുന്നത്. In Gospel of John chapter 14 verse number 18 says, I will not leave you as orphans, I will come to you. It shows the life of closeness with the Lord. നമുക്ക് ദൈവം തരുന്ന ഈ ഒരു ജീവിതത്തിനായിട്ട് നന്ദിയുള്ളവരായിട്ടായിരിക്കാം. We can be thankful to the Lord to have this kind of life. പ്രിയപ്പെട്ടവരെ, നമുക്ക് കേട്ട വചനങ്ങളോടുള്ള ബന്ധത്തിൽ നമുക്ക് നമ്മളെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. So we can submit ourselves, we can surrender ourselves to the words which we heard today. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, കർത്താവേ, Heavenly Father, ദൈവമേ, കർത്താവേ, ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഈ സ്വാതന്ത്ര്യത്തിൻ്റെതായ ജീവിതത്തിനായിട്ട് നന്ദി. Lord, thank you for this, the life of liberty. ഞങ്ങള് ശിഷ്യത്വത്തിലൂടെയാണല്ലോ ഈ സ്വാതന്ത്ര്യത്തിലേക്ക് പ്രവേശിക്കുന്നത്. Lord, through discipleship only we can enter into this life of liberty. അവിടുത്തെ വചനത്തിൽ നിലനിന്നാൽ മാത്രമേ ഈ ശിഷ്യത്വത്തിന്റെ ജീവിതത്തിലൂടെ സ്വാതന്ത്ര്യത്തിലേക്ക് കടക്കാൻ കഴിയുള്ളല്ലോ. Lord, if we only abide in your word, then only we can come into our life of liberty through discipleship. കർത്താവേ, യോബേൽ സംവത്സരത്തെ കുറിച്ച് ഞങ്ങളെ കേൾപ്പിച്ചതിനായിട്ട് നന്ദി. Lord, thank you for showing us through the year of Jubilee. യഥാർത്ഥത്തിലുള്ള യോബേൽ സംവത്സരമായ അവിടുത്തെ വരവ് എത്രയും ആസന്നമായിരിക്കുന്നു എന്ന് ലോക സംഭവങ്ങൾ ഞങ്ങളെ വിളിച്ചറിയിക്കുന്നു. When we see the present day situation, we can see the real Jubilee, that is the second coming of you, Lord. കർത്താവേ, അവിടുത്തെ വരവ് അടുക്കുന്തോറും ഈ ലോകത്തോടുള്ള ഞങ്ങളുടെ മമത വളരെ കുറഞ്ഞു വരുവാൻ ഞങ്ങൾക്കിടയാക്കണേ കർത്താവേ. Lord, please help us. Please reduce our attachments towards the world when your second coming is so closer, Lord. അങ്ങനെ കുറഞ്ഞു വരുമ്പോൾ അവിടുത്തെ സാന്നിധ്യം ഞങ്ങൾക്ക് കൂടുതൽ യാഥാർത്ഥ്യമായി തീരുമല്ലോ. Lord, when those kind of things going away from our life, then your presence, we can feel it more closer, Lord. സ്വർഗത്തിൽ എനിക്ക് ആരുള്ളൂ, ഭൂമിയിലും നിന്നെ അല്ലാതെ ഞാനൊന്നും ആഗ്രഹിക്കുന്നില്ല എന്നുള്ള നിലയിൽ ഞങ്ങളെ എല്ലാവരെയും ആ ഒരു സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുവരണേ കർത്താവ്. Lord, in heaven, you are the only person for us. In earth also, Lord, help us to desire only you, Lord. ഞങ്ങളെ തന്നെ ഒരു പ്രാവശ്യം കൂടെ അവിടുത്തെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. Lord, once again we surrender ourselves in front of you, Lord. ഞങ്ങളായിരിക്കുന്ന കാലഘട്ടത്തെ തിരിച്ചറിഞ്ഞ് അവിടുത്തെ വരവിന് വേണ്ടി ഒരുങ്ങുവാൻ ഞങ്ങളെ എല്ലാവരെയും അവിടുന്ന് തുടർന്നും സഹായിക്കണേ കർത്താവ്. Lord, help us to discern the present situation, the present world, and help us to prepare for your second coming. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. Thank you for hearing our prayer, Lord. രാത്രിയിലുള്ള മീറ്റിംഗിനെ അവിടുന്ന് അനുഗ്രഹിക്കണേ കർത്താവ്. Bless the meeting in the evening time, Lord. കർത്താവെ, വചനം കേട്ട സഹോദരന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. Lord, I pray for the people or brothers who heard the word, Lord. സഹോദരിമാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. Lord, I pray for sisters. കർത്താവെ, ആതുര ശുശ്രൂഷ രംഗത്തായിരിക്കുന്ന
ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. Lord, I pray for the people in our midst who are working in health sectors. അവിടുന്ന് തന്നെ അവരോട് കൂടെ ഇരിക്കണേ, അവർക്ക് ധൈര്യവും ബലവും നൽകണേ കർത്താവ്. Lord, you are the person who are to be with them, and you are the person who should encourage them, Lord. കർത്താവെ, രോഗത്തിന്റെ ഭീതിയിലായിരിക്കുന്ന ഞങ്ങളുടെ ചില പ്രിയപ്പെട്ടവരുണ്ട്, അവരെയൊക്കെ അവിടുന്ന് വിടുവിക്കണേ കർത്താവ്. Lord, some of our people having these issues, Lord, but please deliver them, Lord. ഞങ്ങളുടെ ചെറുപ്പക്കാർക്കും കുഞ്ഞുങ്ങൾക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. We pray for our youngsters and for our children, Lord. കർത്താവെ, ഈ ദിവസങ്ങളില് ഭവനങ്ങളിലൊക്കെ ആയിരിക്കുമ്പോൾ കർത്താവിനോട് കൂടുതൽ അടുത്ത് ജീവിപ്പാൻ, കർത്താവിനോടുള്ള ബന്ധം സജീവമാകത്തക്കവണ്ണം മുന്നോട്ട് പോകുവാൻ കുഞ്ഞുങ്ങളെ എല്ലാം അവിടുന്ന് സഹായിക്കണേ കർത്താവ്. Lord, when they are at home, Lord, help us to have a very good connection with you, Lord, a close relationship with you, Lord. Please help them, Lord. കർത്താവിനെ രക്ഷകനായി സ്വീകരിപ്പാൻ ചില കുഞ്ഞുങ്ങൾക്ക് ഭാഗ്യം അവിടുന്ന് കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. Lord, please help the children to receive you as their Lord, Lord. കർത്താവെ, ഞങ്ങള് വചനം കേൾക്കുന്ന എല്ലാവരും ഒരു ശിഷ്യത്വ ജീവിതത്തിന്റെ സ്വാതന്ത്ര്യത്തിലേക്ക് ഈ ദിവസങ്ങളിൽ ഞങ്ങളെ എല്ലാവരെയും അവിടുന്ന് നടത്തണേ കർത്താവെ. Lord, help all of us to lead into the life of liberty through discipleship, Lord. കർത്താവെ, പ്രാർത്ഥന കേട്ടതിനായിട്ട് നന്ദി. Thank you for hearing our prayer, Lord. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. In the name of Jesus we pray. Amen.